ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 5x ബെറ്റർ ആയിട്ട് എങ്ങനെ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി എന്നുള്ള ഈ ഒരു സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ റെഡ്യൂസ് ഇമേജ് നോയ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആൻഡ് അത് നിങ്ങൾ സ്ട്രോങ് എന്നുള്ള ഓപ്ഷനിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള നോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ടൂള് റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓട്ടോ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ ജസ്റ്റ് ഒരു 50 ഒക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് ഇപ്പോൾ ഉള്ള കളർ ഗ്രേഡിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ടാവും. ഈ സാരി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് 50 വേണ്ട, നമുക്കൊരു 45 വാല്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഓക്കെ ആണത്. ആൻഡ് അടുത്തതായിട്ട് സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് നിങ്ങൾ റെക്കമെൻഡഡ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെയ്ക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി സ്പീഡ് റാമ്പ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങളുടെ വീഡിയോക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഷെയ്ക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഫീച്ചർ ആണ് റിമൂവ് ഫ്ലിക്കർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലിക്കറിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്കമെൻഡഡ് എന്നുള്ള ഓപ്ഷനിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂള് അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലായിട്ട് ഒരു എഫക്റ്റിന് നമുക്ക് എങ്ങനെ കീ ഫ്രെയിം ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് എഫക്ട്സിൽ വരിക, വീഡിയോ എഫക്റ്റിൽ വരിക. ജസ്റ്റ് ഈ ഒരു ഹാലോ ബ്ലർ എന്നുള്ള ഈ എഫക്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കാണിക്കാനാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ്, അതായത് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു പ്ലസ് ബട്ടൺ ആയിട്ട് കാണാനായിട്ട് പറ്റും. ആൻഡ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡ്, ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു എഫക്റ്റിൽ ടാപ്പ് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെയായിട്ട്. ദെൻ അതിനകത്ത് ഓൾ വീഡിയോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എഫക്റ്റിന് എന്തായാലും ഇതേപോലെ ഒരു കീ ഫ്രെയിമിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പോർഷനിലും ഓരോ കീ ഫ്രെയിം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.